ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതാ തുരങ്കം അടൽ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങളുടെ അടിത്തറയാണ് ശാസ്ത്രമെന്ന് വൈശ്വിക് ഭാരതീയ വൈജ്ഞാനിക് വൈഭവ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി. ഘട്ടം ഘട്ടമായി മാത്രമേ ആണവ നിരായുധീകരണം സാധ്യമാകൂ എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഒക്ടോബർ 31 വരെ നിരോധനാജ്ഞ. കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണ നിലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമ്പോൾ തന്നെ സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുമെന്ന് മുഖ്യമന്ത്രി. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ബംഗളൂരു രാജസ്ഥാനെയും ഡൽഹി കൊൽക്കത്തയെയും നേരിടും. വാർത്തകൾ വിശദമായി. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതാ തുരങ്കം അടൽ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഹിമാചൽ പ്രദേശിലാണ് നവീന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ദേശീയപാതാ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. വിശദാംശങ്ങളുമായി സുരേഷ്. റോഹ്തങ്ങിൽ സ്ഥിതി ചെയ്യുന്ന 9.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള അടൽ ടണൽ മണാലിയെ ലൗഹോൾ സ്പിത്തി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു. നേരത്തെ കനത്ത മഞ്ഞുവീഴ്ച കാരണം വർഷത്തിൽ 6 മാസം ഈ താഴ്വരയിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരുന്നു. ടണൽ വരുന്നതോടെ ഇതിന് ശാശ്വത പരിഹാരമാകും. സമുദ്രനിരപ്പിൽ നിന്ന് 3000 മീറ്റർ ഉയരത്തിലുള്ള ഹിമാലയത്തിലെ പീർ പഞ്ചാൽ റേഞ്ചിൽ ഏറ്റവും നവീനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് തുരങ്കം നിർമ്മിച്ചത്. തുരങ്കം യാഥാർത്ഥ്യമാകുന്നതോടെ മണാലി ലേ റോഡ് ദൂരം 46 കിലോമീറ്ററും യാത്രാസമയം 5 മണിക്കൂറും കുറയും. അടൽ ടണലിന്റെ ദക്ഷിണ പ്രവേശന കവാടം മണാലിയിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരെ 3060 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്കു ഭാഗത്തെ പ്രവേശന കവാടം ലഹൌൾ താഴ്വരയിലുള്ള സിസ്സുവിലെ ടെലിംഗ് ഗ്രാമത്തിൽ 3071 മീറ്റർ ഉയരത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. തുരങ്കത്തിന് 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള സിംഗിൾ ട്യൂബ് ഇരട്ടപ്പാതയാണുള്ളത്. 10.5 മീറ്റർ വീതിയുള്ള തുരങ്കത്തിന് പുറത്തേക്കുള്ള അഗ്നിസുരക്ഷാ പാതയുമുണ്ട്. പ്രതിദിനം 3000 കാറുകൾക്കും മണിക്കൂറിൽ പരമാവധി 80 കിലോമീറ്റർ വേഗതയിൽ 1500 ട്രക്കുകൾക്കും സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ടണൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ആഗോളക്ഷേമം ലക്ഷ്യമിടുന്ന ആത്മനിർഭർ ഭാരതിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഗവേഷകരുടെയും വിദ്യാഭ്യാസ വിദഗ്ധരുടെയും പിന്തുണ വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈശ്വിക് ഭാരതീയ വൈജ്ഞാനിക് വൈഭവ് ഉച്ചകോടി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യവസായം, വിദ്യാഭ്യാസം എന്നിവയിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ബഹിരാകാശ പരിഷ്കരണങ്ങൾ ഇന്ത്യ ആരംഭിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കർഷകരെ സഹായിക്കാൻ ഉന്നത നിലവാരത്തിലുള്ള ശാസ്ത്രീയ ഗവേഷണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനത്തിന്റെ അടിത്തറയാണ് ശാസ്ത്രമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, സെൻസറുകൾ, ഡേറ്റ വിശകലനം തുടങ്ങിയ മേഖലകളിലെ ഗവേഷണം ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകരമാകും. ആണവായുധങ്ങൾ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ നിലപാടിൽ മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല. ആണവ നിരായുധീകരണ ദിനവുമായി ബന്ധപ്പെട്ട ഉന്നതതല പ്ലീനറി യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ബഹുമുഖ രൂപരേഖയിലൂടെ ഘട്ടം ഘട്ടമായി മാത്രമേ ആണവ നിരായുധീകരണം സാധ്യമാവുകയുള്ളൂ എന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് കോവിഡ് ബാധിച്ച് 9,40,45,000 പേർ ചികിത്സയിൽ. 1,842 പേർ മരണമടഞ്ഞു. 1.56% മരണനിരക്ക്. രോഗമുക്തി നിരക്ക് 83.84%. രോഗബാധിതരുടെ എണ്ണത്തിൽ മഹാരാഷ്ട്രയാണ് ഇപ്പോഴും മുന്നിൽ. 2,61,000-ലധികം പേർ ചികിത്സയിൽ കഴിയുന്നു. മരണസംഖ്യ 37,480. കർണാടകത്തിൽ 1,12,000 പേരാണ് ചികിത്സയിലുള്ളത്. മരണസംഖ്യ 9,000 കടന്നു. കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 14 ജില്ലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നിരോധനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഈ മാസം 31 വരെയാണ് ആളുകൾ കൂട്ടം കൂടുന്നതിന് വിലക്കേർപ്പെടുത്തിയത്. അതാത് ജില്ലാ കളക്ടർമാരാണ് CRPC 144 പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഇന്നലെ 9,258 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 20 മരണവും റിപ്പോർട്ട് ചെയ്തു. 8,274 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 657 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 1000-ന് മുകളിലാണ്. 4,092 പേർ രോഗമുക്തരായി. 77,482 പേരാണ് ചികിത്സയിലുള്ളത്. മഹാമാരിയിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്നതിനായി കൂടുതൽ കടുത്ത നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കർക്കശമായ നടപടികളിലേക്ക് നീങ്ങാനാണ് സർവകക്ഷിയോഗം തീരുമാനിച്ചത്. രോഗവ്യാപനത്തിന് ഇടയാക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
ലോകത്താകമാനം കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 79 ലക്ഷം കടന്നു. 10,33,000-ലധികം പേർ ഇതുവരെ മരണമടഞ്ഞു. കോവിഡ് ബാധിച്ച് 2.5 കോടിയിലധികം പേർ ഇതുവരെ രോഗമുക്തരായി. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ 25,59,000-ഓളം പേർ ചികിത്സയിലുണ്ട്. 2 ലക്ഷത്തിലേറെ പേരാണ് അമേരിക്കയിൽ മരണമടഞ്ഞത്. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. തെലങ്കാനയിൽ 1718 പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 1,97,327 ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസൃതമായ മാറ്റം വരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്കൂൾ പ്രവർത്തനം സാധാരണ നിലയിൽ ആരംഭിക്കാൻ എപ്പോൾ കഴിയുമോ അപ്പോൾ തുടങ്ങും. മഹാമാരി എപ്പോൾ മാറുമെന്ന് പറയാനാകില്ല. എല്ലാവരുടെയും സഹകരണത്തോടെ ഓൺലൈൻ വിദ്യാഭ്യാസ രീതി കൃത്യതയോടെ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇത്രയും സ്കൂളുകൾ ആധുനികവൽക്കരിക്കാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിൽ എത്ര പുരോഗതി ഉണ്ടായി എന്നതിന്റെ ദൃഷ്ടാന്തമാണ്. നമ്മുടെ കൺമുന്നിൽ വന്ന മാറ്റങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയ 90 സ്കൂൾ കെട്ടിടങ്ങളുടെയും 54 സ്കൂളുകളിലെ പുതിയ കെട്ടിടങ്ങളുടെയും നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കിഫ്ബിയുടെ 5 കോടി ധനസഹായത്തോടെ മികവിന്റെ കേന്ദ്രങ്ങളായ 4 സ്കൂളുകളും 3 കോടി രൂപ ധനസഹായത്തോടെ മികവിന്റെ കേന്ദ്രമായി വളർന്ന 20 സ്കൂളുകളും നാടിന് സമർപ്പിച്ചു. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ഉദ്ഘാടന പരിപാടി. നേരത്തെ 34 മികവിന്റെ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. ധനകാര്യമന്ത്രി തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. പൊതുവിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷനായി. ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിലെ 1000 സ്കൂളുകൾ സ്മാർട്ടാക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. എല്ലാ വിദ്യാലയങ്ങളുടെയും ഭൌതിക സൌകര്യം മെച്ചപ്പെടുത്തും. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് നടക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. രാജ്യമൊട്ടാകെയുള്ള എല്ലാ സ്കൂളുകളിലും അങ്കണവാടികളിലും 100 ദിവസത്തിനുള്ളിൽ കുടിവെള്ള വിതരണം സാധ്യമാക്കുന്നതിനായി പ്രത്യേക മാതൃകാ ക്യാമ്പയിൻ ദൌത്യം ആരംഭിച്ചു. കേന്ദ്ര ജൽശക്തി മന്ത്രി ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി ആവശ്യമായ സൌകര്യങ്ങൾ ഗ്രാമപഞ്ചായത്തുകളോ ഉപസമിതികളോ ഏർപ്പാടാക്കുകയോ പരിപാലിക്കുകയോ ചെയ്യണം. 2024ഓടെ എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും കുടിവെള്ള പൈപ്പ് കണക്ഷൻ സാർവത്രികമായി ലഭ്യമാക്കുക എന്നതാണ് ജൽജീവൻ മിഷന്റെ ലക്ഷ്യം. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. അബുദാബിയിൽ വൈകിട്ട് 3:30 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. രണ്ടാമത്തെ മത്സരം ഷാർജയിൽ വൈകിട്ട് 7:30 ഡൽഹി ക്യാപിറ്റൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു. സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഗാന്ധിയൻ ആദർശങ്ങൾ പുനരുജ്ജീവിപ്പിക്കണമെന്ന് ഉപരാഷ്ട്രപതി ശ്രീ M. വെങ്കയ്യ നായിഡു ആവശ്യപ്പെട്ടു. ലോകത്തിന് സാന്ത്വന സ്പർശം ആവശ്യമാണെന്നും അത് ഗാന്ധിയൻ ആശയങ്ങൾ നമുക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സ് സംഘടിപ്പിച്ച ഗാന്ധിയും ലോകവും എന്ന വിഷയത്തിലുള്ള അന്താരാഷ്ട്ര വെബിനാറിലാണ് ഉപരാഷ്ട്രപതിയുടെ പരാമർശം. ഗാന്ധിജിയുടെ 150ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി 2 വർഷം നീളുന്ന ആഘോഷത്തോടനുബന്ധിച്ചാണ് 2 ദിവസത്തെ വെബിനാർ സംഘടിപ്പിച്ചത്. നബാർഡ് കർണാടകയിൽ ശുചിത്വ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. സ്വച്ഛ് ഭാരത് മിഷന്റെ കീഴിലാണ് ശുദ്ധജല ഉപയോഗം, ശുചിത്വം, കൈകഴുകൽ, ബോധവൽക്കരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കർണാടകയിലെ നബാർഡ് റീജിയണൽ ഓഫീസിന്റെ കീഴിൽ ക്യാമ്പയിൻ ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതാ തുരങ്കം അടൽ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങളുടെ അടിത്തറയാണ് ശാസ്ത്രമെന്ന് വൈശ്വിക് ഭാരതീയ വൈജ്ഞാനിക് വൈഭവ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി. ഘട്ടം ഘട്ടമായി മാത്രമേ ആണവ നിരായുധീകരണം സാധ്യമാകൂ എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഒക്ടോബർ 31 വരെ നിരോധനാജ്ഞ. കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണ നിലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമ്പോൾ തന്നെ സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുമെന്ന് മുഖ്യമന്ത്രി. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. ബംഗളൂരു രാജസ്ഥാനെയും ഡൽഹി കൊൽക്കത്തയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.